ഇങ്ങനെ മഞ്ഞിലിരുന്നിട്ട് ഒരു പഗടിക്കണം. എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ഫ്രീക്സിന്റെ ഈ മണാലി ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതെവിടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണാലിയിൽ നിന്ന് നമ്മുടെ അടൽ ടണൽ പാസ് ചെയ്തിട്ട് ലേയിലേക്ക് പോണ വഴി ഒരു അടൽ ടണൽ ഉണ്ട്, അറിയാലോ. ആ ടണൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ്. ഇവിടം വരെയാണ് നമുക്ക് പോകാനായിട്ട് അലൗഡ് ഉള്ളൂ. അടൽ ടണൽ എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നോ, ആ കാണുന്ന ബ്രിഡ്ജിനോട് ചേർന്നിട്ടാണ് ഈ അടൽ ടണൽ വരുന്നത്. അതുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തി. ഇവിടുന്ന് 400 കിലോമീറ്റർ കൂടി ഉണ്ട് ഈ ലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലേലത്തെ സിറ്റുവേഷൻ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടൽ ടണൽ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സോളങ് വാലിയിൽ എത്തിയപ്പോൾ അവിടെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആകെ നിരാശരായി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ എത്തിയിട്ട് നമുക്ക് നോയൊന്നും കാണാൻ പറ്റി കഴിഞ്ഞാൽ വളരെ മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുമ്പോഴാണ് അടൽ ടണൽ പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ അടൽ ടണലിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു 2000 രൂപ കൂടാണ്ട് എക്സ്ട്രാ നമ്മൾ ജിപ്സിയെ മാത്രമാണ് ഇങ്ങോട്ട് കിടക്കുള്ളൂ. വേറെ വണ്ടികളൊന്നും കയറില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വീഴ്ച അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാരണം ഈ അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് വേറെ വണ്ടികളൊന്നും പാസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ജിപ്സി മാത്രമേ ഇങ്ങോട്ട് വലിക്കുള്ളൂ. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ സെപ്പറേറ്റ് വീണ്ടും 1000 രൂപ കൊടുത്തു. അത് പോട്ടെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടില്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടം തന്നെയാണ്, വൻ നഷ്ടം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഇപ്പോൾ ഇവിടെ സ്നോഫോൾ തുടങ്ങാറായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്നോഫോളിനെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്ഥലം നിങ്ങൾ നോക്കിയാൽ മതി, ചുറ്റും ഇങ്ങനെ നോക്കിയാൽ മതി, ഫുള്ളും മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. അപ്പം എനിക്കൊന്നാ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും യാത്ര പോകാനായിട്ട് എല്ലാവരും മനസ്സിലാഗ്രഹിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് ഈ കുളു, മണാലി, അതുപോലെ കാശ്മീർ, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിരിക്കണം. ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരാൻ വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ആക്ടിവിറ്റീസ്. അത് ഇതൊക്കെയാണ്. ഈ മഞ്ഞിൽ കൂടെ നമുക്ക് ഇതുപോലെ വണ്ടിയിൽ ഇങ്ങനെ പോവാം, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റൈഡ്. അത് കഴിഞ്ഞ് മറ്റേ അവിടെ സ്കേറ്റിങ് മറ്റേ സംഭവമുണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ട് കൂടുന്നു തോന്നണില്ല. കണ്ടോ, പടി കുത്തി പിടിച്ച് പടയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് ട്രക്ക് ഉണ്ട്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാം. സൂപ്പറായിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നോക്കി ആ ട്രക്കിൻ്റെ മുകളിൽ മഞ്ഞ് മുന്നേ എടുക്കണുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ മാത്രമല്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ട്രക്കുകൾ. ഒന്നും പ്രോബ്ലം ഇല്ല. ഇഷ്ടംപോലെ ഫുഡും ചായ എല്ലാ സാധനങ്ങളും കിട്ടും, കോഫി എല്ലാം കിട്ടും, എല്ലാം കഴിക്കാം നമുക്ക്. അങ്ങനെ അതിഗംഭീര സ്നോഫോളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കണേ. അതിഗംഭീര സ്നോഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ മഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ നമ്മളിവിടെ പതുക്കെ ഇങ്ങനെ ഇതിലെ റൂട്ട് തപ്പി 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 ഇങ്ങനെ വന്നപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളും കണ്ടും. ഈ ഹോട്ടലിനേക്കാളുപരി നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. ഈ മഞ്ഞുപാളികളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണണം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതാ എൻ്റെ പൊന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബീവറേജ് ഷോപ്പ് കണ്ടാ, അടിപൊളിന് കേട്ടാ. അപ്പോൾ സ്നോഫോള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, അത് നമ്മളെടുത്ത് പറയുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു ബീവറേജ് ഷോപ്പ് ഇതിൻ്റെ ഇടയിൽ ചിന്തിക്കാൻ കൂടി വയ്യ. അടിപൊളിയല്ലേ, ദ ഇംഗ്ലീഷ് വൈൻ ഷോപ്പ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മഞ്ഞ് കൊണ്ട് നിൽക്കുമ്പോഴേ ഇപ്പം നമ്മൾ നിൽക്കണ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ -4 കേട്ടോ. -4 നമ്മൾ തണുത്ത് നിൽക്കുമ്പോൾ കണ്ട ഇവിടുത്തെ തട്ടുകടക്കാരുടെ തട്ട് കണ്ട ഐസ് വന്ന് നിറഞ്ഞു കിടക്കുന്നുട്ടാ. കണ്ട ഗംഭീര സ്നോഫോളാണ്. അതായത് ആൾക്കാരൊക്കെ കയറി തുടങ്ങി, അത്രയ്ക്ക് മഞ്ഞ് വീഴ്ചയായി തുടങ്ങി. അപ്പം നമ്മള് സ്നോഫോൾ വരണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ സ്നോഫോൾ വന്നപ്പോൾ നമുക്കിത് നിന്നാൽ മതി എന്നായി. അത്രയ്ക്കധികം ഗംഭീര സ്നോഫോളാണ്. പക്ഷെ നമ്മൾ ബീവറേജ് മാത്രമല്ല നിങ്ങൾ കാണിച്ചു തന്നെ, ഫാമിലീസിന് വരാന്നാണെങ്കിൽ അടിപൊളി ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളുണ്ട്. ഈ മഞ്ഞത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി ഫുഡും കാര്യങ്ങളും കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ആ റെസ്റ്റോറൻറ്റ് ഉൾവശം മഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മാറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ചാർലേ ഇവിടെ പൊതിച്ചിരിക്കണം. ജസ്റ്റ് പറ്റോളാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ല ജനലെ കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അടിപൊളി സ്നോഫോളോ, അതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടൽ. ജോഫ്രൻ, where are you? എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇമാതിരി സാധനം കിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലേ. ചാർലി, എനിക്കൊരു ആഗ്രഹമുണ്ട്.
ഇവിടെ ഇരുന്ന് 2 അടിക്കണം. സാധിച്ചു ചാർലി സാധിച്ചു തരും. നീ അവിടെ ഇരുന്ന ഇവിടെ പറ്റില്ല. പറ്റില്ല വേണ്ട. നല്ല സ്നോഫോൾ പെയ്യുന്നോടത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സ്ഥലം എങ്ങനെ ട്രാൻസ്ഫോമറെ കത്തിപ്പൂ. നീ ഇവിടെ ഇരുന്നേ ഇവിടെ ഇരിക്കണ്ട. അതെവിടെ സ്ഥലം ഇറങ്ങാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളടിക്കണവരല്ലാട്ടാ, അതുകൊണ്ട് ചിന്തിക്കണം. പക്ഷെ നമ്മൾക്കേ ഇവിടെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ഒരു ഇതിലൊരു ആഗ്രഹമാണ് ഞാൻ സാധിക്കാൻ പോണം. सारी गाड़ी निकाल रहे हैं ना, गाड़ियां फंस रही है. ओके ओके. बर्फ ज्यादा हो गया उस साइड. സ്നോഫോൾ കൂടിയതുകൊണ്ടേ നമ്മളിവിടെ ഇരുത്തണില്ല, വേഗം പോവാൻ പറഞ്ഞു. ഓക്കെ നമ്മൾ പോയല്ലോ ജോഫ്രൻ. ആ പോണ് നമ്മൾ. പക്ഷെ നമ്മുടെ ആഗ്രഹം നിറവേറ്റും. ജോഫറിന്റെ ആഗ്രഹം ഇവിടെ ഞങ്ങൾ നിറവേറ്റും. വെറുതെ ഒരു ഓളം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മനസ്സ്. നീ ഇവിടെ ഇരുന്നേ, നീ ഈ പൈപ്പിൽ ഇരുന്നേ, നിന്റെ ആഗ്രഹം സാധിച്ചേ. ഇരിക്കി പിടിച്ചേ തോർന്നേ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ സാധിക്കാൻ പോണത്. എൻ്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എനിക്കിങ്ങനെ മഞ്ഞിലിരുന്നിട്ട് ഒരു പെഗടിക്കണം. ഞാനിപ്പോൾ മദ്യപാനി എന്നല്ല, പക്ഷെ എനിക്കൊരു അടിക്കാനായിട്ട് ഈ ക്ലൈമറ്റിൽ, ഈ ഇങ്ങനെ സ്നോഫോൾ വീഴുന്ന ഒരു ക്ലൈമറ്റിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു മാജിക് മൂവ്മെൻറ്റ് വാങ്ങി. ഇതാ അത് ഗ്ലാസ്. ആഹാ. അപ്പോൾ നമ്മളൊരു സ്മോളാണ് കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നത് -4 കേട്ടോ. നമുക്ക് ഇതില്ലാണ്ട് ഇവിടെ ഒരു രക്ഷയില്ല. ഇതാ ഓഹ് വെള്ളം ഓമ്പോ ചിൽഡ് ഒക്കെ ചില്ലോട് ചില്ലെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടൂടെ ഐസിന് ഇതാ ഐസാണ് കുറച്ചുകൊണ്ട് വീട്ടാ അന്നേരം അടിക്കാം. അതുള്ള അതിൻ്റെ ഒരു അന്തസ്. ആഹാ അമേസിങ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ സാധിക്കുന്നുട്ടാ. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹമാണ് ഞാൻ ഇപ്പോൾ സാധിക്കാൻ പോണേ. അപ്പോൾ ഇതാ ഞങ്ങളവിടുന്ന് ഫിംഗർ ചിപ്സ് വാങ്ങി. ഇതാ അടിപൊളി. എൻ്റെ പൊന്നേ, ചിന്തിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? വേറെ കാര്യം ഇവിടെ ഇതൊന്നും അടിച്ചിട്ട് ഏൽക്കണ പോലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി തണവാ. 3 കോട്ടും ബനിയനും ഇട്ടിട്ടാണ് ഞങ്ങൾ ഇരിക്കണേ. ഒരു രക്ഷയില്ലാട്ടോ. ഇതുകൊണ്ട് അടിച്ചപ്പില്ലേ ആ വൈബില്ലേ മുട്ടണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ ട്രിപ്പ് പോലെ എൻജോയ് ചെയ്യുക. നമ്മള് ജീവിതത്തിലൊക്കെ ഇതൊക്കെ ഒരു വട്ടമൊക്കെ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയാവും ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യുക. അടിപൊളി. ഞങ്ങളിവിടെ ജോഫറിന്റെ കൂടെ അടിച്ച ട്രിപ്പാ. ഡാർവിനത് വലിയ തിരക്കേടില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളിങ്ങനെ സ്നോഫോൾ എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഇവിടെ കുറേ ടെമ്പിളൊക്കെ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഈ മഞ്ഞ് പെയ്യണ ഫീല് കിട്ടിയപ്പോൾ നിർത്തി. ഞങ്ങൾക്ക് ഒരു അമ്പലവും കാണണ്ട, ഒരു സ്ഥലവും കാണണ്ട. ദിസ് ഈസ് അവർ എയിം. ഈ എയിം ഞങ്ങൾ പിടിച്ച് നിർത്തണം. ഞങ്ങൾക്കിത് മതി. ഞങ്ങൾക്ക് ഇനി വേറെ ഒരുത്തിലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളുടെ മെയിൻ സ്ഥലം ഇതായിരുന്നു. അതായത് വെറുതെ മഞ്ഞ് കണ്ടാൽ പോരാ, മഞ്ഞ് പെയ്യണ കാണാമായിരുന്നു. അത് ഞങ്ങൾ കണ്ടു. ആ ഒരു സന്തോഷം ഒരു രക്ഷയില്ലാട്ടാ. നമ്മുടെ വണ്ടി എത്തി. ഓക്കെ, ഞങ്ങൾ ഇതിൽ കയറി. ഇനി നമ്മളെ കുടുംബത്തിൽ വണ്ടി മഞ്ഞ് മൂടി പോവോ? വണ്ടി മഞ്ഞ് മൂടി തുടങ്ങി. ജോഫറി ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മൂടും. വണ്ടി മഞ്ഞ് മൂടി തുടങ്ങിട്ടാ ഞങ്ങളുടെ വണ്ടി. ഞങ്ങൾ പോണേ. അപ്പൊ ഞങ്ങൾ ഓക്കെ ഗൈസ്, ജോഫറി ഒരു ടാറ്റ കൊടുത്തേ. ഓ മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഈ മണാലിയിലേക്ക് ഇഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ബോർഡറൊക്കെ നമ്മൾ വിടുക. ഇവിടെ മഞ്ഞ് പെയ്ത് വേറെ ലെവലായി. വൈകിട്ടാവും തോറും ഇവിടെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല ഇപ്പൊ അവിടെ നിൽക്കണേ. ഇപ്പൊ അവിടെ വേറെ റേഞ്ച്. നേരത്തെ മണ്ണും മലയൊക്കെ കണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. റോത്താങ്ങിലെത്തി നോർത്ത് പോർട്ടൽ. ഞങ്ങൾ
ടണലിൽ കയറുകയാണ് guys. ഇനി 9 കിലോമീറ്റർ ഈ ടണലിനകത്താണ്. ഇതെവിടെയാണെന്നറിയോ ഈ സ്നോഫോൾ നടക്കണേ? നമ്മുടെ അടൽ ടണൽ റോത്താങ്ങിന്റെ നേരെ മുന്നിലാണ്. ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുക. ജസ്റ്റ് തിരിച്ചു വരുന്ന വഴിയാണ്. പക്ഷേ ഈ വൈബ് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. നോക്കിയേ, അവസാനം ഞങ്ങള് കേരോട് തന്നെ എത്തി. ഏതാ സ്ഥലത്തിന്റെ പേര്? സോളങ്കി വാലി. സോളങ്കി വാലിയിലെത്തി. അവിടുത്തെ കാഴ്ച കാണിച്ചു കൊടുത്ത നീ. സോളങ്കി വാലി കണ്ട? ഇവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല. അതായത് ഓടയും ഇല്ല, മറ്റേ സ്നോഫോളും ഇല്ല, മഞ്ഞും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടുന്ന് അവിടേക്ക് പോയി കഴിഞ്ഞാൽ തീപ്പാറും. എന്റെ പൊന്നെ, തീപ്പാറും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അമ്മാതിരി വൈബാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി യാത്രകൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത യാത്രയിലാണോ? അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.